ഹലോ പറടാ. ഒരു 500 ജീപ്പ് അയച്ചിരുമോ? നാളെ തരാം. അപ്പൊ ഇന്ന് തരാന്ന് പറഞ്ഞിട്ട് ഇന്നലെ വാങ്ങിച്ച പൈസയാ. അത് മറ്റന്നാ തരാം. എന്റെ ഒന്നുമില്ല. പ്ലീസ് ഒരു അത്യാവശ്യം ഉണ്ടല്ലോ. പ്ലീസ് അയച്ചിടും. ഹലോ മച്ചാനെ, എന്ത്? അല്ല ഞാൻ ഈ മഴയത്ത് വെയിലൊക്കെ കണ്ട്. മഴയത്ത് വെയിലോ? അതല്ല, ഫോണിൽ ഓഫർ ആയിരുന്നു, ചാർജ് ചെയ്യണം. എത്ര വേണം? 400. ഹലോ മച്ചാനെ, ഒരു 300 ജീപ്പാണ് ഇപ്പൊ. ഞാൻ ഇതിന്റെ തന്ത, നീ ചോദിക്കുമ്പോ പൈസ എടുത്തു തരാം. 300 ചോദിച്ചാൽ നീ തന്തയ്ക്ക് വിളിക്കണെന്തിന്? എന്റെ ഇല്ല, ഉണ്ടായിരുന്നാലും തരാൻ സൗകര്യം ഇല്ല. വേണ്ട, ഇയാള് കൊണ്ടുപോയി പുഴിഞ്ഞ കൊഴുക്കട്ട വെച്ചിരുന്നു. ഹലോ, പൈസക്കാർക്ക് എന്തോ ആവാലോ. പറ കാര്യം പറ. ഞാനൊന്നും വയ്യ, ഒരു 300 ഉണ്ടെങ്കിൽ ജീപ്പ് അയച്ചിടും. പറ്റൂല. പ്ലീസ് അത്യാവശ്യമായിട്ടല്ലേ, ഞാൻ വേറെ ആരെടുത്ത് പോയി ചോദിക്കാൻ. വന്നാടാ. വരാതിരിക്കും. ഇതൊന്ന് 300 ഉലിയം തന്നിട്ട് ഓരോരുത്തന്മാരെ ഷോ ഓഫും കാണും. നീ പൈസ ചോദിച്ചോണ്ട് ഇങ്ങോട്ട് തന്നെ വരില്ലല്ലേ? വിഷ്ണുവിന്റെ പട്ടി വരും, പട്ടി. എന്ത്? ഒരു 500 രൂപ ആദ്യം നീ തരാനുള്ളത് താ. കണക്കുറച്ചില്ല. വിഷ്ണുവിനാരെ പിച്ചെന്ന് വേണ്ട. നീയേ ഒരു ദിവസം എനിക്ക് പൈസ അയച്ചു തരാൻ കൊതിക്കും. അന്ന് ഞാനേ ഷാറുഖ് ഖാന്റെ ഒപ്പം, അല്ല ഷാറുഖ് ഖാനേക്കാൾ മുകളിൽ ടോപ്പ് ലെവലെത്തും. നോക്കൂ പൊട്ടായി. ദേഷ്യത്തിൽ നേരത്തെ എന്തൊക്കെ അങ്ങ് പറഞ്ഞു പോയി. എടാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചാ പൈസ കടം തരണ ഒരേ ഒരാളെ നീ മാത്രമാണ്. എന്തെങ്കിലും വാങ്ങിച്ച പൈസയൊക്കെ തിരിച്ചു തരണമെന്നുണ്ടാ. പറ്റണ്ടേ? അവസ്ഥ അങ്ങനെ മതി മെഴുകല്ലേ. പൈസ ഇന്ന് വരും, നാളെ പോവും. എനിക്ക് നീയാണ് മച്ചാനെ വലുത്. എന്നാ പിന്നെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദരടാ, ഒരു 500 രൂപ വൈകിട്ട് കല്ല് പറക്കേറി ഞാൻ പോടാ. അല്ലെങ്കിൽ നീ ഒന്ന് 5 പൈസ തരില്ലെന്ന് എനിക്കറിയടാ. നീ ഒരു കാര്യം ചെയ്യ്, ആ പൈസ വെച്ച് നീ ഒരു കൊട്ടാരം ഉണ്ടാക്ക്. എന്നിട്ട് നീ നിന്റെ അച്ഛനും കൂടെ രാജാവും മന്ത്രിയും കളിയടാ. ഓടാ. പൈസ കിട്ടണവരെ അണ്ണാന്ന് കിട്ടിക്കഴിഞ്ഞാലോ